ഓഡിയൻസിനോട് ജസ്റ്റ് ഒന്ന് പോയിട്ട് വീണ്ടും ഒന്ന് വരാം. അവിടെ മൈക്കുണ്ടോ? ഇവിടെ ആണെങ്കിൽ വിവാദോത്തര പിൻവലിക്കുക എന്നൊക്കെയുള്ള എൻഡോസൾഫാൻ അവർ സമരമുഖത്താണുള്ളത്. നിങ്ങൾ ഇപ്പോഴും സമരമുഖത്താണോ? പറഞ്ഞു. തീർച്ചയായിട്ടും ജനുവരി 30 മുതൽ നമ്മൾ സമരമുഖത്താണുള്ളത്. മതിയായ ചികിത്സാ സൗകര്യങ്ങളില്ല, മരുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യം. തലമുറകളായിട്ട് നമുക്ക് പറയാം, നമ്മളിത് ചോദിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പം പറഞ്ഞതുപോലെ പാരമ്പര്യം നിലനിർത്താനല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ജനങ്ങളെ സേവിക്കുന്ന ജനാധിപത്യമാണ് നമുക്ക് വേണ്ടത്. 2017 പ്രത്യേക മെഡിക്കൽ ക്യാമ്പിലൂടെ എടുത്തതാണ് ഞങ്ങള്. 1905 പേരെ എടുത്തിട്ട് 1031 പേരെ പുറത്താക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് നിരന്തരമായി ഞങ്ങൾ സമരം ചെയ്തും മുഖ്യമന്ത്രി എല്ലാവരും നേരിട്ട് കണ്ട് നിവേദനങ്ങൾ കൊടുത്തും ഞങ്ങൾ അറിയിച്ചു. എന്നിട്ട് ഇതുവരെ ഞങ്ങൾ കാര്യത്തിൽ തീരുമാനമാവാത്തതുകൊണ്ട് ജനുവരി 30 മുതൽ ഞങ്ങൾ ഈ സിവിൽ സ്റ്റേഷന് മുന്നിൽ അമ്മമാര് 58 ദിവസം ആയിരുന്നേക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? ഞങ്ങളുടെ കാര്യത്തിൽ ആരെന്താ പറയാ? ഞങ്ങള് മറുപടി പറയാം. ഞങ്ങൾക്ക് ആദ്യം ഉറപ്പായും എൻഡോസൾഫാൻ എന്ന് പറയുന്ന കാസർഗോഡ് എല്ലാ കാലത്തെയും വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പിലും അത് വിഷയമാണ്. അത് കേവലം തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമല്ല, ഈ പറയുന്ന കുറച്ച് അമ്മമാരുടെ ഒക്കെ ജീവൽ പ്രശ്നമാണ് പരിഹാരം ഉണ്ടാവുന്നത്. ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്താണ് കാസർഗോഡിന്റെ ഒരു മൂടെന്താണ്? കാസർഗോഡിൻ്റെ മൂഡ് എന്ന് പറയുന്നത് ഇപ്രാവശ്യം വീണ്ടും രാജ്മോഹൻ ഉണ്ണിത്താൻ MP വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെടും. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിനകത്ത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് മുദ്രാവാക്യങ്ങളുണ്ട്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യം, ഈ രാജ്യത്തിന്റെ ഭരണഘടന, ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കണമെന്നാണ് കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെയുള്ള ഇന്ത്യ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. അവിടെയാണ് നിങ്ങളുടെ മുതിർന്ന നേതാവ് പറഞ്ഞിരിക്കുന്നത്, AK ബാലൻ പറഞ്ഞിരിക്കുന്നത്, ചിഹ്നം സംരക്ഷിക്കാനാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രിയപ്പെട്ട LDFന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിനകത്ത് കേവലം ഒരു ചിഹ്നം സംരക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്നാണ് ചോദിക്കാനുള്ളത്.